ഞാൻ ഹലോ കഴിച്ചു. എവിടെ പോയ നമ്മ? ഇതാണ് സ്റ്റെല്ല. ഇല്ല വമ്പത്തി തൂവി. അപ്പൊ അങ്ങനെ ഞാൻ വാങ്ങാണ്ട് പോകുന്നുണ്ട്. പിന്നെ ഞാൻ അവിടെ താമസിക്കും. കുട്ടില്ല, കുട്ടി തിരിച്ചു വരും. അപ്പൊ അച്ഛനും കുട്ടി തന്നെ കൊണ്ടാക്കുന്നു. എനിക്ക് ഞാൻ പോകുന്നത് എനിക്ക് ബ്യൂട്ടീഷ്യൻ ചെയ്യാനുണ്ട്, എനിക്ക് ത്രെഡ് ചെയ്യാനുണ്ട്, മുടി ഹെയർ കട്ട് ചെയ്യാനുണ്ട്, കളർ ചെയ്യാനുണ്ട്. പിന്നെ എൻ്റെ 2 ബെസ്റ്റ് ഫ്രണ്ട്സിനെ കാണാനുണ്ട്. അപ്പോൾ അത് കുറച്ച് പരിപാടികളുണ്ട്. പിന്നെ നാട്ടിലെ പിള്ളേരെ കാണാനുണ്ട്. അപ്പൊ അതെല്ലാം കഴിഞ്ഞിട്ട് ഞാൻ നാളെ ഇങ്ങോട്ടേക്ക് വരും. നാളെ കഴിഞ്ഞാൽ ഫുള്ള് പിന്നെ മംഗളത്തിന്റെ തിരക്കായി. അപ്പൊ ഞാൻ കാണിക്കാം എൻ്റെ നാടും എൻ്റെ വീടും. ഓക്കെ, അപ്പൊ ഇന്നങ്ങനെ നമുക്ക് മാങ്ങാട് പോകാനുണ്ട്. അപ്പൊ അച്ഛനും കുട്ടും കൂടി തന്നെ മാങ്ങാട് കൊണ്ടാക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ അങ്ങനെ ഇപ്പൊ നമ്മ പോയിക്കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ പോയിട്ട് എനിക്ക് ചെറിയ പരിപാടിയെല്ലാം ഉണ്ട്. എൻ്റെ ബ്യൂട്ടീഷ്യനെല്ലാം ചെയ്യാനുണ്ട്. അപ്പോൾ വേറൊന്നും അങ്ങനെ കാര്യമായിട്ടില്ല കേട്ടോ. ഞാൻ പോകുന്നതും എല്ലാം കാണിച്ചു തരാമെന്ന് വിചാരിച്ചു നിങ്ങൾക്ക്. ഇപ്പം കരിച്ചേരി പാലത്തിൻ്റെ ഇലയെ കൂടി നമ്മ പോയിക്കൊണ്ടിരിക്കുന്നുണ്ട്. നമ്മളെ പ്ലാൻ ചെറുതായിട്ടൊന്ന് മാറിയിട്ടുണ്ട്. ഇവര് പറഞ്ഞു ചെറുക്കളം പോയിട്ട് ആരെന്തെങ്കിലും റപ്പിച്ചല്ലേ, റപ്പിച്ചതിന്റെ ഫേമസ് അവിൽ മിൽക്ക് കുടിക്കാൻ പോവാന്ന്. പക്ഷെ അവിടെ എത്ര സമയത്ത് നിൽക്കണമെന്നല്ല, കാരണം അത്ര വൈറലായിട്ടുണ്ട്. ഇൻസ്റ്റാഗ്രാമിലെല്ലാം ഫുൾ വൈറലായ സംഭവമാണ് റപ്പിച്ചാൽ. നമുക്ക് പോയി നോക്കാം, നമുക്ക് കിട്ടുമോ. കിട്ടിയ ഞാൻ കാണിച്ചു തരാം. മൊട്ടമടിയിൽ കയറി എന്തായാലും ഭാഗില് കേട്ടൂടാ. Block, block, block. Yeah. അങ്ങനെ അവിൽ മിൽക്കെല്ലാം കുടിച്ചു കഴിഞ്ഞിട്ട് നമ്മൾ ഈ തൂക്കിത്തെ പയക്കോലെല്ലാം ഇവിടെ അവിൽ മിൽക്കാക്കാനുള്ള പയക്കോലാണ്. അങ്ങനെ എന്നിട്ട് നമ്മ നേരെ മാങ്ങാടേക്ക് വിട്ടു. വേറെ എവിടെയും പോയിട്ടില്ല. മാങ്ങാടെത്തി ഗൈസ്, എൻ്റെ സ്വന്തം മാങ്ങാട്. വീട്ടിലേക്ക് എത്തി. അപ്പോൾ കയറിയിട്ട് കുറേ ഇരിക്കാനൊന്നും സമയം കിട്ടിയില്ല. വേഗം പോകാനുണ്ടായിരുന്നു. കാരണം എനിക്ക് മുടിക്ക് കളർ ചെയ്യാനും എല്ലാം ചെയ്യാൻ വേണ്ടി പോകാനുണ്ടായിരുന്നു. അപ്പോൾ വേഗം ഇറങ്ങി. അപ്പോൾ കുട്ടു അച്ഛനെ കൊണ്ടാക്കിയിട്ട് അവർ പിന്നെ കാസർഗോഡേക്കും എല്ലാം പോകാനുണ്ട് പോയി. അപ്പോൾ വഴിക്ക് തന്നെ നമുക്ക് എൻ്റെ അമ്മാവൻ്റെ വീട്ടിൽ മംഗലം പറയാനുണ്ടായിരുന്നു. മുത്തിൻ്റെ മംഗലം പറയാൻ വേണ്ടിയിട്ട് നമ്മൾ അവിടെ പോയിട്ട് പിന്നെ പോയതൊന്നും ഞാൻ എടുത്തിട്ടില്ല, ജസ്റ്റ് കയറുന്നത് മാത്രമേ എടുത്തിട്ടുള്ളൂ. അപ്പം അങ്ങനെ കല്യാണം പറഞ്ഞിട്ട് നമ്മൾ നേരെ ആടുന്നു പറഞ്ഞു. പൊതുവേ ഞാൻ നാട്ടിലുണ്ടെങ്കിലും അല്ല ഇപ്പം ഞാൻ പഠിക്കുന്ന സമയത്താണെങ്കിലും ഇപ്പം മുടിക്കോ എന്തെങ്കിലും ചെയ്യണം എന്നുണ്ടെങ്കിൽ തന്നെ ഞാൻ ഉരുമേരി രതിയേച്ചിൻ്റെ അടുത്തേക്ക് മാത്രമേ പോകുള്ളൂ. കാരണം എനിക്കെന്തോ ഭയങ്കര കംഫർട്ടാണ് രതിയേച്ചിൻ്റെ അടുത്ത് പോകുന്നതിൽ. അപ്പോൾ ഞാനിപ്പം സിംഗപ്പൂരിൽ നിന്ന് വരുമ്പോഴത്തേക്കേ ഞാൻ ഓർക്ക് മെസ്സേജ് വെച്ചിട്ടെല്ലാം സെറ്റാക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഫ്രീ ഉണ്ടാവും, എപ്പം വരണ്ടേ, ഏത് കളർ എല്ലാം ഞാൻ പറഞ്ഞു കൊടുത്തിട്ടുണ്ടായിരുന്നു.
പിന്നെ ഓരോ എനിക്കും പറഞ്ഞു തരും കേട്ടോ, ഇന്നത് രസം ഉണ്ടാവും അത് രസം ഉണ്ടാവും അങ്ങനെയെല്ലാം പറഞ്ഞു തരും. അപ്പം എനിക്കും ഭയങ്കര കംഫർട്ടാണ് അവിടെ. പിന്നെ എന്നെ കൂട്ടാൻ വേണ്ടിയിട്ട് അച്ഛൻ വന്നിട്ടുണ്ടായിരുന്നു. കാരണം കുട്ടും അച്ഛൻ നേരെ കുണ്ടംകോഴിക്ക് പോയി. അപ്പം ഞാനിന്ന് വാങ്ങാട് നിൽക്കുന്നതുകൊണ്ട് അച്ഛൻ എന്നെ കൂട്ടാൻ വന്നിട്ടുണ്ടായിരുന്നു. അപ്പം അങ്ങനെ ഞങ്ങൾ വീട്ടിലെത്തി. കുറച്ച് സമയമായി, ഒരു 8 മണി 8:30 അതിനും തോന്നും നമ്മൾ എത്തുന്ന സമയത്തേക്ക്. പിന്നെ അമ്മ വീട്ടിൽ തന്നെ ഉണ്ടായിരുന്നു, അമ്മ എവിടെയും പോയിട്ടൊന്നും ഉണ്ടായിട്ടില്ല. പിന്നെ ഇന്ന് വേറെ വിശേഷമൊന്നുമില്ല. ഞാൻ നേരെ ഫുഡും കഴിച്ചിട്ട് ഒരു സമയം അമ്മയുടെ സ്വറ പറഞ്ഞിട്ട് കുറേ പരദൂഷണമെല്ലാം പറയാനുണ്ടായിരുന്നു. അതെല്ലാം പറഞ്ഞിട്ട് ഞാൻ പിന്നെ കടന്നു. ഇപ്പോൾ സമയം രാവിലെ ഒരു 7 മണി 7:15 ആയിട്ടുണ്ടാവും. അപ്പം ഞാൻ ഇത്ര രാവിലെ ഒന്നും എണീക്കല്ല, വീട്ടിൽ പോയാലും വീട്ടിലുണ്ടാകുന്ന സമയത്തും. ഇപ്പം ആയാലും ഞാൻ 7:30 എണീക്കുന്നത് പണിക്ക് പോകാൻ വേണ്ടിയിട്ട് മാത്രം. പക്ഷെ ഇന്ന് എണീച്ചതിനൊരു പ്രത്യേകത ഉണ്ട്. കാരണം എനിക്കിന്ന് രാവിലെ അമ്പലത്തിൽ പോകാനുണ്ട്. അപ്പോൾ രാവിലെ തന്നെ ഞാൻ പോയത്, ഞാനേ പോയിട്ടു, ഞാൻ ഒറ്റയ്ക്കേ ഉണ്ടായിട്ടുള്ളൂ. എൻ്റെ വീടിൻ്റെ തൊട്ടപ്പുറത്ത് തന്നെ ഇല്ലേ മോലത്തെങ്കാല് ശ്രീകൃഷ്ണൻ്റെ അമ്പലത്തിലേക്കാണ്. ഈ അമ്പലം എൻ്റെ ഒരു ഫേവറേറ്റ് പ്ലേസ് ആണ് കേട്ടോ. കാരണം കുറേ നല്ല മെമ്മറീസ് ഉണ്ട് എനിക്ക്. പണ്ട് ഞാൻ +2 പഠിക്കുന്ന സമയത്താണ് ഈ അമ്പലം കിട്ടിയിട്ട്. അപ്പം മുതൽ ഈ അമ്പലത്തിൽ ഭജനം എല്ലാം വേണ്ടിയിട്ട് വരുമായിരുന്നു. അമ്മ എല്ലാ ബുധനാഴ്ചയുടെ ഭജന ഉണ്ടാവലുണ്ട്. അപ്പം ഞാനും എൻ്റെ നാട്ടിലത്തെ ഫ്രണ്ട്സ് എല്ലാം ഉണ്ടാവും ഭജന എല്ലാം വേണ്ടിയിട്ട്. അപ്പം നല്ല രസമുണ്ടായിരുന്നു ആ സമയത്തെല്ലാം. ഇപ്പം പിന്നെ സമയം കിട്ടുമ്പോൾ മാത്രം പോലുള്ളൂ എന്നുള്ള ഒരു അവസ്ഥയിൽ. ഇപ്പം നമുക്ക് സ്റ്റെല്ലേനെ കാണാൻ പോവാം. ഞങ്ങൾക്ക് സ്റ്റെല്ലേനെ കാണിച്ചു തരാം. സ്റ്റെല്ല എന്ന് പറയുന്നത് അപ്പുറത്തെ വീട്ടിലത്തെ ആൻറ്റീൻ്റെ വീട്ടിലത്തെ സ്റ്റെല്ലക്കുട്ടിയാണ്. സ്റ്റെല്ലക്കുട്ടീനെയാണ് നിങ്ങൾക്ക് കാണുന്നത്. അപ്പോൾ സ്റ്റെല്ലേനെ ആദ്യമായിട്ടാണ് കാണുന്നത്. കാരണം സ്റ്റെല്ലേനെ വാങ്ങുമ്പോഴത്തേക്ക് ഞാൻ ഉണ്ടായിട്ടില്ല. അപ്പം എൻ്റെ അനിയത്തിയായിട്ടാണ് സ്റ്റെല്ല കമ്പനി. അപ്പം എന്നെ ആദ്യമായിട്ടാണ് കാണുന്നത്. കൂടി പോകുന്നത് കീഴൂർ അമ്പലത്തിലേക്കാണ്. കീഴൂർ അമ്പലം നമ്മുടെ വീട്ടിൽ നിന്ന് കുറച്ച് അടുത്താണ്, കുറേ ദൂരമൊന്നും പോകാനില്ല. അപ്പോൾ അച്ഛനെല്ലാം മാസം അവിടെ പോകലുണ്ട്, അച്ഛനും അമ്മയും പോകലുണ്ട്. പിന്നെ ഞാൻ വന്നതുകൊണ്ട് ഞാനും പോകുന്നു. ഞങ്ങൾ ഇടയ്ക്കിടയ്ക്ക് നാട്ടിലുണ്ടെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് പോകുന്ന അമ്പലമാണ് കീഴൂർ അമ്പലം. അപ്പോൾ രാവിലെ പോവും. അപ്പം നമുക്ക് അവിടെ നിന്ന് ഉണ്ണിയപ്പം കിട്ടും, നമ്മൾ പ്രസാദമായിട്ട് നമ്മൾ വഴിപാട് കഴിപ്പിച്ചാലാവും. ആ ഉണ്ണിയപ്പം തിന്നാൻ നല്ല ടേസ്റ്റാണ് ഗൈസ്. ആ നോക്ക്.
അപ്പം നോക്കൂ ഗൈസ്, ഇവിടെ എൻ്റെ അച്ഛന് പച്ചക്കറി തോട്ടമുണ്ട്. വണ്ടിയിൽ പോകുന്നത് കൊണ്ട് ഞാൻ നിർത്തിയിട്ട് കാണിച്ചിട്ടില്ല, കാരണം എൻ്റെ ഒരു ഓർഡറാക്കിയ പെട്ടി വീട്ടിൽ വന്നിട്ടുണ്ട്. അതുകൊണ്ട് നമ്മ വേഗം പോയിട്ട് അതാണ് എൻ്റെ പെട്ടി. അമ്മ മങ്കേ മങ്കേ എടി എടി മക്കളെ മംഗളാന്ന് പേരിട്ടിട്ട് ചെക്കനോ നീ? മംഗാളൻ മംഗേ കുങ്കേ എന്റെ അമ്മ അത് നിന്റെ അമ്മയല്ല, എന്റെ അമ്മ എന്റെ അമ്മ പോടാ, എന്റെ അമ്മ അത് എന്റെ അമ്മ അത് നിന്റെ അല്ല. മങ്കേ എന്റെ അമ്മ അത് എന്റെ അമ്മ. അപ്പം ഞാൻ വീട്ടിലേക്ക് വരുമ്പോൾ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു എനിക്ക് ഉണ്ടയും മീൻകറിയും വേണമെന്ന്. ഉണ്ടയും മീൻകറി എന്ന് പറയുമ്പോൾ തന്നെ അതൊരു സ്പെഷ്യൽ വികാരമാണ്. ആ വികാരം നമുക്കത് പറഞ്ഞ് മനസ്സിലാക്കാൻ പറ്റില്ല, അത്രയ്ക്കൊരു ഫീലാണ് ഈ ഉണ്ടയും മീൻകറിക്കുള്ളത്. അത് മീൻകറി തലേ ദിവസത്തെ ആയാലും ബെറ്റർ. അപ്പോൾ ആ തിന്നുന്ന ഒരു പ്രഹസനമാണ് നിങ്ങൾ കാണുന്നത്. ഇപ്പം ഞാൻ എൻ്റെ ഫ്രണ്ടിൻ്റെ വീട്ടിലേക്കാണ് ഇത് പോകുന്നത്. എൻ്റെ ഫ്രണ്ടിൻ്റെ വീട് ഇതാണ് തന്നെ, താഴെ തന്നെ. ഫ്രണ്ടിനൊരു കുഞ്ഞുണ്ട്. അപ്പോൾ 1 മാസമായി കുഞ്ഞ് വിളിച്ചുകൊണ്ടിരിക്കുന്നത്, എപ്പോൾ ആൻറ്റി വരുന്നേന്ന്. ഇപ്പോൾ രാവിലെയും കൂടി വിളിച്ചതേ ഉള്ളൂ, ആൻറ്റി കൊടുത്തു. അപ്പോൾ കുഞ്ഞിനെ കാണാൻ വേണ്ടിയിട്ട് പോകുന്നത്. പിന്നെ ഓള് പ്രഗ്നൻറ്റും കൂടിയാണ്. അപ്പോൾ ഒന്ന് കണ്ടിച്ച് വരാമെന്ന് വിചാരിച്ചു. ആണ് എൻ്റെ സ്ഥലം. ഇതാണ് എൻ്റെ ഫ്രണ്ടിന് കിട്ടുന്ന വീട്. അങ്ങ് അപ്പുറമുള്ള ഈ കൃഷിത്തോട്ടം എൻ്റെ അച്ഛൻ്റെ കൃഷിത്തോട്ടം. പറ്റുമെങ്കിൽ ഞാൻ വേറെ ദിവസം കാണിച്ചു തരാം. വമ്പത്തി തുവി എന്തിയത്? എന്തിയല്ലത് എന്തിയെന്ന് പറയാ? നേരെ അറിയോ? മതിയാ? മുട്ടായി വേണ ഇനി? അല്ല അത് വേണോന്ന് പറയുന്നത് നോക്കാൻ വേണ്ടിട്ട്. ദുവി ദുവി ആര്യത് പൂമ്പാറ്റ? ആര്യത് പൂമ്പാറ്റ? അങ്ങോട്ട് പോണ്ട. ആര്യത്? അപ്പി എവിടെ പോയത്? സ്കൂളിലാ? നിങ്ങൾ 3ാം ക്ലാസ്സില്? ഡാൻസ് കളിക്കുന്നില്ലേ സ്കൂളില്? എന്തേ പരിപാടിക്ക് ഡാൻസ് കളിക്കുന്നില്ലേ? കൊടുത്തു കമ്മലെടുത്തു നിന്റെ ദുവി? കമ്മലെടുത്തു വീണു? എന്തിന് ചാടിയത് പൊന്നിന്റെ കമ്മല്? അപ്പൊ ശ്രദ്ധിക്കണ്ടേ? അപ്പൊ മറ്റേത് കൊടുത്തു ഇല്ലല്ലോ ഇട്ടിട്ട് ചെവിക്ക്. മയമ്മയെ അറിയുവാ?
അമ്മ ഇരിക്കട്ട് പറഞ്ഞു എന്തെന്ന് പറയുന്നില്ലേ എവിടെ പോന്നമ്മ എന്തിനി ഇവിടെ ഇരിക്കാനോ നമ്മ അങ്ങോട്ടല്ലേ പോന്നത് വളപ്പിലേക്കല്ലേ പോന്നേ നിങ്ങൾക്കാണ് വീടുണ്ടോ ഉണ്ടോ ഷെപ്പ് വീട് കെട്ടുന്നു നിന്റെ അച്ഛനോടുത്തു നിന്നെ കൂട്ടിയില്ലേ ഓ നീ പോയിട്ട് വന്നതോ ഓ അത് ശരി എങ്ങനെ ഉണ്ടായി കപ്പലില് ശരിക്കും നമ്മ ഒന്ന് നടക്കാൻ വേണ്ടി മറ്റേ ഇറങ്ങിയതാന്ന് അപ്പത്തേക്ക് മോളിലേക്ക് എത്തുമ്പോഴേക്ക് ഓളെ അപ്പാപ്പം വന്നു അപ്പോൾ ഓള് തിരിച്ചു പോയി അങ്ങനെ ഓളോളെ ബൈക്ക് പോയി ഞാൻ എൻ്റെ ബൈക്ക് പോയി ബൈ ബൈ അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇന്ന് ബുധനാഴ്ചയാണ്. അപ്പോൾ ബുധനാഴ്ച ആയതുകൊണ്ട് ഇന്ന് ഭജനയുണ്ട്. അപ്പോൾ ഇന്ന് നമ്മളെ വകയായിരുന്നു ഭജന. അപ്പോൾ ഞാൻ ഓൾറെഡി വരുമ്പോഴത്തേക്ക് അച്ഛനോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ബുധനാഴ്ച മാത്രമേ ഭജന ഉള്ളത് കൊണ്ട് ഈ ബുധനാഴ്ച 2 ബുധനാഴ്ച നാട്ടിലുണ്ടായിട്ടില്ല, ഒരു ബുധനാഴ്ച ഭജന പറയാമെന്ന് അച്ഛനോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം അങ്ങനെ ഇന്ന് ഭജന ഉണ്ടായത്. ഭജനയും കഴിഞ്ഞിട്ട് നമ്മൾ നേരെ കൊണ്ടുംകൂടി വീട്ടിലേക്ക് പോയി. അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോ ഞാൻ നിർത്തുന്നു. ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഓക്കെ, ബൈ.